അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ്യ ലദീന മുസ്തഫ അമ്മാ ബഅദ്. അവയവദാനത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇസ്ലാമിലെ കാഴ്ചപ്പാടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവയവദാനത്തെ പറ്റിയിട്ട് അധികം വലിയ ഡീറ്റെയിൽസ് ഒന്നും ചർച്ച ചെയ്യാനില്ല. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം, ഇപ്പോൾ നമുക്കൊരു അവയവം ദാനം ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾക്ക് ആ അവയവം ലഭിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ ജീവൻ നിലനിർത്താൻ കഴിയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ ഒരു അവയവം ആവശ്യമായ സന്ദർഭമാണ്. നമ്മുടെ ജീവന് ഭീഷണിയല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവന് യാതൊരു ഭീഷണിയും സംഭവിക്കില്ല എന്ന അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ അവയവം ദാനം ചെയ്യൽ അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പം നമ്മുടെ ജീവൻ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചില അവയവങ്ങൾ ദാനം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കിഡ്നി ദാനം ചെയ്താൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതേപോലെ മരണപ്പെട്ടതിന് ശേഷം നമുക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മുടെ ഹേർട്ട് ദാനം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവന് ഭീഷണിയല്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ അവയവം ദാനം ചെയ്യൽ അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതോടൊപ്പം തന്നെ പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യം, ഒരു കാരണവശാലും പണത്തിനു വേണ്ടി നമ്മൾ അവയവം ദാനം ചെയ്യാൻ പാടില്ല. അത് നിരുപാധികം ഹറാമാണ്. നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ രക്തം ദാനം ചെയ്യുക, ഇതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. കാരണം ഈ ശരീരം നമ്മുടേതല്ല. ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ നമ്മൾ പണത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ ശരീരത്തിലെ നമ്മുടെ അവയവം ദാനം ചെയ്യാൻ പാടുള്ളതല്ല. മറ്റൊരു ചർച്ചയുള്ളത്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കീറി മുറിച്ച് അതിലുള്ള അവയവങ്ങളൊക്കെ കാണാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ അവയവം ദാനം ചെയ്യാൻ നമ്മുടെ ശരീരം ദാനം ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് പാടുള്ളതല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് കാണാം, അബൂ ദാവൂദിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരു മരിച്ച ഒരു മൃതശരീരത്തിൻ്റെ എല്ലുകൾ പൊട്ടിക്കുന്നതും ജീവനുള്ള ആളുടെ എല്ലുകൾ പൊട്ടിക്കുന്നതും ഒരേപോലെയാണ്, അതിന് ഒരേ വിധിയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ പരമാവധി നമ്മുടെ ശരീരം കീറി മുറിക്കാൻ, അല്ലെങ്കിൽ മരണപ്പെട്ട നമ്മുടെ മൃതശരീരം കീറി മുറിക്കാൻ വേണ്ടി നൽകാൻ പാടുള്ളതല്ല എന്നുള്ളത്. ഇനി അതോടൊപ്പം പണ്ഡിതന്മാർ പറയും, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഓർഗൻസ്, നമ്മുടെ സന്താനോൽപാദനത്തിന് ആവശ്യമായ നമ്മുടെ എന്ത് തരം ഓർഗൻസ് ഉണ്ടോ അതൊന്നും തന്നെ ദാനം ചെയ്യാൻ പാടുള്ളതല്ല, അത് നിരുപാധികം ഹറാമാണ് എന്നുള്ളത്. മറ്റൊരു ഗ്രേ ഏരിയ, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടല്ലാത്ത ഒരു ഏരിയ എന്നുള്ളത്, ഇപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അവയവം ദാനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എഴുതാതെ മരണപ്പെട്ടു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ അല്ലെങ്കിൽ കുടുംബക്കാർ വന്ന് ഒരു അവയവം എത്രയും പെട്ടെന്ന് മറ്റൊരു കുടുംബക്കാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുള്ള ഒരാൾക്ക് കൊടുക്കണം എന്ന് അവർക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ അവരുടെ അനന്തരാവകാശികൾ വന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത് അനുവദിക്കപ്പെടാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പല ചർച്ചയുണ്ട്. അപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു, ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് അത് അനുവദനീയമാണ്. എങ്ങനെ അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് വന്ന് ആവശ്യപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആവശ്യം വളരെ ജെന്യുവിനായിട്ട് തോന്നുകയാണെങ്കിൽ അത് അനുവദനീയമാണ് എന്നുള്ളതാണ്. ഒരു ചർച്ച എന്നുള്ളത്, എപ്പോഴാണ് ഈ അവയവം ദാനം ചെയ്യാൻ പറ്റുക? കാരണം ഈ മരണം എന്നുള്ളത്, മരിച്ചു എന്നാൽ എപ്പോഴാണ് മരണം തുടങ്ങുക, അല്ലെങ്കിൽ ജീവൻ അവസാനിച്ചു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റുക, അല്ലെങ്കിൽ അവയവം എപ്പോഴാണ് എടുക്കാൻ സാധിക്കുന്ന ആ ഒരു അവസ്ഥ എന്നുള്ളത് ഒരു ഇഖ്തിലാഫ് ഉള്ളതാണ്. അത് ആക്ച്വലി ആ ഇഖ്തിലാഫ് സോൾവ് ചെയ്യേണ്ടത് ഡോക്ടർമാർ തന്നെയാണ്. കാരണം മരണം എപ്പോഴാണ് സ്ഥിരീകരിക്കാൻ പറ്റുക, എപ്പോഴാണ് ഈ അവയവം ഈ ശരീരത്തിൽ നിന്ന് എടുക്കാം, കാരണം അദ്ദേഹത്തിന് ജീവൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എപ്പോഴാണ് ആ ജീവൻ, അല്ലെങ്കിൽ ആ ഒരു ഇത് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ജീവൻ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി അവയവം എടുത്താലും എടുത്തില്ലെങ്കിലും അത് ഇന്ന ആളെ ബാധിക്കില്ല എന്ന് തോന്നുന്ന ആ ഒരു ഘട്ടം ഏതാണ് എന്നത് ആക്ച്വലി ഡോക്ടർമാരുടെ ഇടയിൽ പോലും ഇഖ്തിലാഫുള്ള സംഭവമാണ്. അപ്പോൾ അത് ആ ഒരു ഭാഗം ഡോക്ടർമാർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പണ്ഡിതന്മാർക്ക് അതിൽ വിധി പറയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയാനുള്ളത്, നമ്മുടെ അവയവങ്ങൾ നമ്മുടെ ജീവന് ബാധിക്കാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിൽ തെറ്റില്ല. അത് വളരെ അത്യാവശ്യമായി ഘട്ടം വരികയാണെങ്കിൽ, അതോടൊപ്പം തന്നെ യാതൊരു കാരണവശാലും പണത്തിന് വേണ്ടി അത് ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. വാഹിദ് ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.